എൻ്റെ പേഴ്സണൽ കേസിൽ പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലുള്ള ഒരു പഠനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ രണ്ടും ബേസിക്കലി, അതായത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ കമ്പൈൻ ആയിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. പൊതുവേ ഞാൻ എൻ്റെ പഠന കാലഘട്ടത്തിൽ അധികവും ഹോസ്റ്റലുകളിലായിരിക്കും. വളരെ ചെറുപ്പം മുതൽ തന്നെ, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഒരു 5th കഴിഞ്ഞത് മുതൽ തന്നെ ഹോസ്റ്റലിലാണ്. അതിനുശേഷം പിന്നീട് മെച്ചേർഡ് ആയതിനു ശേഷം ഞാൻ PG ചെയ്യുമ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ്, ഹോസ്റ്റൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ ബേസിക്കലി എൻ്റെ ലൈഫിൽ 2 തരത്തിൽ, അതായത് കമ്പൈൻ ആയിട്ടുള്ള പഠനം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പീർ ഗ്രൂപ്പ്സ് അവരോടൊക്കെ ചേർന്നിട്ടുള്ളൊരു പഠനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പല പരീക്ഷകൾക്കും വേണ്ടി അങ്ങനെ തന്നെ നമ്മൾ തന്നെ ഒരു സെൻട്രൽ ഫോക്കസിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം ഡിസ്കഷൻ നയിക്കുന്ന ആ രൂപത്തിലുള്ള പഠനം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ UGC നെറ്റ് ആണല്ലോ, അപ്പോൾ പൊതുവേ നമ്മളൊരു പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന രീതി. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ എൻ്റെ സ്വന്തം റൂമിൽ, ഹോസ്റ്റൽ റൂമിൽ ഒറ്റയ്ക്കിരുന്നിട്ട് മോർണിംഗുകളിൽ പഠിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും 2 രീതിയിൽ ബെനിഫിറ്റ്സുകൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കുന്നതാണോ അതല്ല ഇനി കമ്പൈനായിട്ട് പഠിക്കുന്നതാണോ ഏതാണ് ഗുണം എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ രണ്ടിനും പലതരത്തിലുള്ള പോസിറ്റീവ്സ് ഉണ്ട്, അതേപോലെ തന്നെ രണ്ടിനും പലപ്പോഴും അതിൻ്റെതായ നെഗറ്റീവ് സൈഡുകളുണ്ട് എന്നുള്ളതാണ് എനിക്കൊന്ന് തോന്നുന്നൊരു കാര്യം. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ഡിഗ്രി ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഇൻ മൈ എക്സ്പീരിയൻസ് പണ്ടാരൊരു പറഞ്ഞ പോലെ, ഇഫ് യു ആർ സ്റ്റാൻഡിങ് അലോൺ, ഇഫ് യു ആർ ദർ അലോൺ, യു ക്യാൻ ജസ്റ്റ് ഫോക്കസ് മച്ച് മോർ. ഐ തിങ്ക് ഇറ്റ്സ് ദാറ്റ് വേർഡ് ഈസ് മച്ച് വർത്ത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഡിഗ്രി എക്സാം സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ എൻ്റെ കോഴ്സിൽ ഞാൻ മാത്രമാണ് സിംഗിൾ അലോൺ. അപ്പോൾ ഞാൻ പഠിക്കുന്നതും അലോൺ, കാരണം സ്വന്തമായിട്ട് വേറെ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേ സംബന്ധിച്ചിടത്തോളം വേറൊരു ഹൽക്ക അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്, ഈ എക്സാം അടുത്ത് വരുമ്പോൾ, അതായത് ഈ ഡിഗ്രി അല്ലാണ്ട് ബാക്കിയുള്ള വേറെ കോഴ്സിൻ്റെ എക്സാം അടുത്ത് വരുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോണ്ടല്ലോ നമുക്ക് ആ ഒരു ഫോക്കസ് നഷ്ടപ്പെടുക. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു പെട്ടെന്ന് ഈ ഫോക്കസിനേക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഓടുമ്പോഴുള്ള നമുക്കൊരു എനർജി പലപ്പോഴും ഒരു കമ്പൈൻ സ്റ്റഡി അതൊക്കെ. പക്ഷേ എന്നാലും അതായത് ഇപ്പോൾ ഏകദേശം ഒരു ക്ലാസ് എടുക്കുന്ന ആളുണ്ടാവും, ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇൻട്രപ്ഷൻസ് സംവെയർ എമംഗ് ദ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ആ ഇൻട്രപ്ഷൻ വരുമ്പോൾ ക്ലാസ് അടക്കം മുടങ്ങി. പക്ഷെ അതേ സമയം ഞാൻ എൻ്റെ ഡിഗ്രി എക്സാം പഠിക്കുന്ന സമയം എനിക്ക് തോന്നുന്നത് പലപ്പോഴും നിന്റെ ഫ്രണ്ട്സിനോടൊപ്പം ഉള്ള എക്സാമുകളിൽ 1ാം റാങ്ക് ആകണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതൊരു എക്സാം എഴുതുന്ന ആൾക്കും വേണ്ടത് റാങ്ക്, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു വിജയമാണ്. ഇപ്പൊ കൂടുതലായിട്ട് നമ്മ അവനെക്കാട്ടി അല്ല അവളെക്കാട്ടി കൂടുതൽ പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ക്ലാസ്സിൽ നല്ല റാങ്ക് നേടണം, അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ ഉദാഹരണം UGC നെറ്റിലാണെന്നുണ്ടെങ്കിൽ JRF എന്തായാലും നേടണം, അത്ര ഇതാക്കിയിട്ട് കഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരാള് പലപ്പോഴും കമ്പൈൻ സ്റ്റഡിയിലേക്ക് വരില്ല. പിന്നെ ആരാണ് ഈ കമ്പൈൻ സ്റ്റഡി ഫോക്കസ് ചെയ്യാന്ന് ചോദിച്ചാൽ എങ്ങനെങ്കിലും ഒന്ന് കയറി കൂടണമെന്ന് കരുതിയ ആളുകളാണ് കമ്പൈൻ സ്റ്റഡിയിലേക്ക് വരുന്നത് തോന്നുന്നു. ആ സമയം ഞാൻ ചോദിക്കട്ടെ, അതായത് നമ്മളിപ്പോ ഒരു സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കൂടുതലായിട്ട് സ്വന്തമായിട്ട് പഠിക്കുന്നില്ല. കാരണം ഗ്രൂപ്പ് സ്റ്റഡി ആകുമ്പോൾ നമുക്ക് ഒരു എന്താ ഫിയർ നമുക്ക് കൂടുതലേക്ക് എന്നെക്കാട്ടും പഠിച്ച, അല്ലെങ്കിൽ അവരെന്നെക്കാട്ടും കുറച്ചും കൂടി എത്തിയാ. പക്ഷെ ഈ ഒരു തടസ്സം സ്ട്രഗിൾ വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ എന്താണ് ഫോക്കസ്. ഇതിന് മറ്റൊരു എത്തിക്കൽ സൈഡ്, പൊതുവെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പൊതുവെ നമ്മൾ പറയാത്തൊരു എത്തിക്കൽ സൈഡ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മോടൊപ്പം കൂടെ ഓടിയിരുന്നവരാരാണ്, നമ്മോടൊപ്പം ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നവരാരാണ്, അവരെ കൂടി പരിഗണിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കമ്പൈൻ സ്റ്റഡിയുടെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് ഞാൻ കാണുന്നത്. പലപ്പോഴും നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഈ ഫോക്കസിന്റെ പ്രശ്നങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മോടൊപ്പം ഓടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ പീർ ഗ്രൂപ്പ്സ്, അവരിൽ മറ്റുള്ളവർക്കും ഒരു കൈ കൊടുക്കാൻ പലപ്പോഴും കമ്പൈൻ സ്റ്റഡി കൊണ്ട് ചിലപ്പോൾ നമ്മളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം ക്ലാസ്സിൽ ടോപ്പറായിട്ടുണ്ടാവുക, നന്നായിട്ട് കാര്യങ്ങൾ അറിയുന്ന ആൾ, നന്നായിട്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ടാവുക. അതൊക്കെ ശരിയാണ്. അപ്പോൾ അവർ മറ്റുള്ളവരെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൂടെ നടക്കുന്നവരെ കൂടി അവർ കൈ കൊടുക്കുന്നു, ആ ഒരു ചെറുവിരൽ അവർക്ക് കാട്ടിക്കൊടുക്കുന്നു എന്നുള്ളൊരു സാധനം പലപ്പോഴും കമ്പൈൻ സ്റ്റഡി ഒരു 9 ഗോൾഡ് മെഡൽസ് ആ പോയത്തെ പോലെ ഉണ്ട്. പക്ഷെ എന്നാലും എത്തിക്കൽ സൈഡ് ഓഫ് സെൽഫ് സ്റ്റഡി അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൈം, സ്പേസ് ഇത് കവച്ചു വെക്കാൻ കഴിയില്ല എന്ന് ഐ ബിലീവ്. ബിക്കോസ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കരുതുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പ് സ്റ്റഡി ആകുമ്പോൾ അവരെ സമയം നോക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്നിട്ട് അവർ ഏത് എൻവിറോൺമെന്റ്, ഏത് സ്പേസ് ആണ് അവർക്ക് തിരഞ്ഞെടുക്കുന്ന അവിടെ വേണം. ഉദാഹരണം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരാൾക്ക് ആ സമയത്തോടും സ്പേസിനോടൊക്കെ നീതി പുലർത്താൻ കഴിയും. ഏത് സമയമായാലും ഒരു അഡ്ജസ്റ്റ് ചെയ്യുക, ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതില്ലേ ഈ ഒരു കമ്പൈൻ സ്റ്റഡി ആകുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് മച്ച് മോർ ഡിഫിക്കൽട്ട്. കമ്പൈൻ സ്റ്റഡി ആകുമ്പോൾ പൊതുവെ ഒരുപാട് ആളുകൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ക്ലാസ്സിലെ
ടോപ്പറായ ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ UGC നെറ്റിന് നമുക്ക് അങ്ങനത്തെ ഒരു ഹൈപ്പത്തറ്റിക്കൽ സെനാരിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ കോമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഒരു 10 ആളുകൾ തമ്മിൽ കമ്പൈൻ സ്റ്റഡി നടത്താനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് വീട്ടിൽ ഫംഗ്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ചില ആളുകൾക്ക് ഹോസ്പിറ്റൽ കേസുകൾ ഉണ്ടായിരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ ഈ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ പലപ്പോഴും ഇപ്പോൾ കുട്ടികളൊക്കെ ഓൺലൈനായിട്ട് കമ്പൈൻ സ്റ്റഡി നടത്തുന്ന സമയമാണ്. അപ്പോൾ അവർ വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഫംഗ്ഷൻ ഇടയിൽ നിന്ന് ആ ടൈം സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും ഇവരെന്തിൽ വരുന്നുണ്ടാവുക, ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നുണ്ടാവുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കമ്പൈൻ സ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളത് റൈറ്റ് ആണ്. അതേപോലെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, ഫോക്കസിൽ പ്രോബ്ലം പലപ്പോഴും പല ആളുകൾക്കും നേരിടുന്നത്. പക്ഷേ വേറെ ചില ഒരു കാര്യം, ഒരു പോസിറ്റീവ് ഘടകം ഞാൻ പലപ്പോഴും കണ്ടെന്ന് വെച്ചാൽ കമ്പൈൻ സ്റ്റഡിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് എക്സാം ഹാളിൽ നിന്നും അല്ലെങ്കിൽ എക്സാം ടൈമിൽ നിന്നും മൈൻഡിലേക്ക് വരുന്ന ഒരു സംഭവം പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ചിലപ്പോ നമ്മള് പഠിക്കാൻ വിട്ടുപോയൊരു ഭാഗമായിരിക്കും ഷോ അന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതെന്തോ ഒരു സംഭവം നമ്മൾ ഡിസ്കസ് ചെയ്തതില് കൂടുതലായിട്ട് ആ ഒരു ഗ്രൂപ്പ് സ്റ്റഡി കുറച്ചും കൂടി ബെനിഫിറ്റ് ആയ കാലം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു സൈഡ് നോക്കുമ്പോ ഐ പ്രിഫർ സെൽഫ് സ്റ്റഡി നന്നായിട്ട് സെൽഫ് സ്റ്റഡി ഫോക്കസ് ചെയ്ത് പോകുന്ന ആളുകൾ പൊതുവെ നിങ്ങൾ പറഞ്ഞ ഒരുപാട് ബെനിഫിറ്റ്സ് അതിനുണ്ട്. കാരണം അവരുടേതായ പേസ്, അവരുടേതായ സ്പീഡിൽ, അവരുടേതായ സ്പേസിൽ, അവരുടേതായ ടൈം യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കാം. പിന്നെ മാത്രമല്ല അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ നോട്ട്സൊക്കെ പൊതുവെ ഒരുപാട് ആളുകൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ നോട്ട്സ് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ഷാമിലിൻ്റെ നോട്ട്സ് യൂസ് ചെയ്ത് ഞാൻ പഠിക്കുമ്പോൾ അതിനൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഷാമിലിൻ്റെ നോട്ട്സ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഉണ്ടാക്കിയ നോട്ട്സ് കൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം ബെനിഫിറ്റ് ആവും. കാരണം എന്ന് പറഞ്ഞാല് ഞാനിപ്പോ എഴുതിയ നോട്ട്സ് ചെയ്യാന്ന് പറഞ്ഞാല് എനിക്ക് മനസ്സിലാവാത്ത നിങ്ങളുടെ ഷോർട്ട് ടേംസ് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഭാഗം ഞാൻ ചിലപ്പോൾ നോട്ട് ചെയ്യില്ല. പക്ഷെ എനിക്ക് മനസ്സിലായ സാധനം ഇപ്പോൾ അടുത്ത ഒരു പേഴ്സണിന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അദ്ദേഹം എന്താക്കണം, തീർച്ചയായിട്ടും സ്വന്തമായിട്ട് നോക്കിയിട്ട് ആ സെൽഫ് സ്റ്റഡിയിൽ നിന്ന് കിട്ടുന്ന ഭാഗം നോട്ട് ചെയ്യേണ്ട. അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതായത് സെൽഫ് സ്റ്റഡിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്വന്തം നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആണ്. വേറൊരു പേഴ്സൻ്റെ ഒരു സപ്പോർട്ട് അതിന് ആവശ്യമില്ല. പക്ഷേ നമ്മൾ കമ്പൈൻ സ്റ്റഡിയിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ഷാമിലിൻ്റെ നോട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് പലപ്പോഴും ഷാമിലിനെ ഞാൻ റെഫർ ചെയ്യേണ്ടി വരും. ഇതെന്താണെന്ന് ഷാമിലിനോട് ചോദിക്കും. അപ്പോൾ ഷാമിൽ അത് പറഞ്ഞു തരേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ ഒരു ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കമ്പൈൻ സ്റ്റഡി പലപ്പോഴും ഇപ്പോൾ പൊതുവേ നമ്മളിപ്പോൾ ഹോസ്റ്റലിൻ്റെ ഒക്കെ പരിസരത്തിലൊക്കെ നോക്കുമ്പോൾ, അപ്പോൾ ഷാമിലിൻ്റെ കേസിലാണെങ്കിൽ എൻ്റെ കേസിലാണെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്ന ഹോസ്റ്റലൈസ്ഡ് ആയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒക്കെ ഒരു പരിസരത്തിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് എക്സാമിലേക്ക് പോകുന്ന ആ ഒരു ഹവർ, നെക്സ്റ്റ് എക്സാം ആണ്, എക്സാമിന്റെ വാതിൽ മുട്ടുന്ന ആ ഒരു ടൈമിൽ പലപ്പോഴും നമ്മളുടെ പല ആളുകളും അല്ലെ മാക്സിമം കൂടുതൽ ആളുകളും ഒരു കമ്പൈൻ ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു ലാസ്റ്റ് ഹവറിലെങ്കിലും അതിന് അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പലപ്പോൾ നമ്മൾ കുറച്ചാളുകളെ മാറ്റി വെക്കുക, ടോപ്പേഴ്സായ കുറച്ചാളുകൾ നമ്മൾ മാറ്റി വെച്ചാലും വലിയൊരു വിഭാഗം ആളുകൾക്ക്, അതായത് ടോപ്പറായ ഒരാളുടെ കൂടെ ഓടിയിരുന്ന ഒരുപാട് ആളുകളെ അവർക്ക് നമ്മൾ കൈ കൊടുക്കുക. ഞാനത് പറഞ്ഞു, അവർക്ക് നമ്മൾ കൈ കൊടുക്കുന്ന ഒരു വഴിയാണെന്ത്, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ അവരോട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൽ ഇന്നതാണ് കേട്ടോ, ജസ്റ്റ് ചിലപ്പോൾ നമ്മൾ 3 പോയിന്റ്സ് അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും, അതാവും നമ്മൾ കൊടുക്കുക. ഈ 3 പോയിന്റ്സ് പലപ്പോഴും നമുക്ക് ഈ +2 കാലം അല്ലെങ്കിൽ ഡിഗ്രി കാലത്തൊക്കെ ഇത് കാണാതെ പഠിക്കലാണ് പണി. ഈ 3 പോയിന്റ് കാണാതെ പഠിച്ചിട്ട് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും ഈ 3 ഏതെങ്കിലും 2 വിശദീകരിക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ഈ കമ്പൈൻ സ്റ്റഡിയുടെ ഒക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെൽഫ് സ്റ്റഡി പഠിച്ചാൽ തന്നെ ഈ ഒരു ബൈഹാർട്ടിന്റെ പ്രോബ്ലം പറഞ്ഞല്ല, ഈ സംഭവം അതേ ഈ ഒരു എക്സാമിന്റെ 30 മിനിറ്റ്സ് മുമ്പ് അല്ലെങ്കിൽ ഒരു 1 hour മുമ്പ് ആയാലും ആർക്കെങ്കിലും ഒരാൾക്ക് പറഞ്ഞു കൊടുത്താല് ആ ഒരു ഗ്രൂപ്പായിട്ട് അവരിങ്ങനെ ആ ഒരു ചോദ്യം വരുന്നുണ്ട്, ഇങ്ങനെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആർക്കെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമ്മളും പറഞ്ഞാല് പിന്നെ ആ ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ മൈൻഡ് മാപ്പിംഗ് ആണ്. അതായത് നമ്മൾ പലപ്പോഴും റിവിഷൻ എന്ന് പറയുന്ന സെൽഫ് സ്റ്റഡിയുടെ ആളുകൾ പൊതുവേ പറയുന്ന സാധനമാണ് റിവൈസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ റിവൈസ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ക്ലോസ് സർക്കിൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പഠനത്തോടൊപ്പം തന്നെ റിവിഷനും കൂടി നടത്തണം എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും മനസ്സിലായി, ഇപ്പോൾ UGC നെറ്റിൻ്റെ കേസിലാണെങ്കിൽ 6 months ആയിരിക്കും ഒരാൾക്ക് ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാം വരെയുള്ള പ്രിപ്പറേഷൻ ടൈം. ഈ ഒരു 6 months നമുക്കിനി ഒരു സിലബസ് മുഴുവൻ പഠിച്ചിട്ട് പിന്നെ റിവിഷൻ എന്നുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അതാണ് റിയാലിറ്റി. പക്ഷെ അതാരും അധികം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇത് റിവൈസ് ചെയ്യുന്നത് പോലെയുള്ള, അപ്പോൾ ഈ റിവിഷൻ എന്ന് പറയുന്ന സംഭവത്തിന് മൈൻഡ് മാപ്പിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ മൈൻഡ് മാപ്പിങ്ങിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് കമ്പൈൻ സ്റ്റഡി. പക്ഷേ കാര്യം എന്ത് പറഞ്ഞാലും ഷാമിൽ പറഞ്ഞതുപോലെ നമുക്ക്
നെഗറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ പേഴ്സണലി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പിയർ പ്രഷർ നമുക്ക് നല്ലോണം കുറക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പിയർ പ്രഷർ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇടയ്ക്കുണ്ടാകുന്ന ആ ഒരു ഇൻ്ററപ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടീസ് ട്രബിൾസ് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മൂപ്പറെ അന്നെക്കാട്ടി പഠിച്ച് അങ്ങ് എത്തി ഗ്രൂപ്പിലാവുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. കാരണം അവനക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഒറ്റക്ക് പഠിക്കുമ്പോൾ ആ ഒരു പ്രഷർ ഉണ്ടാവില്ല. അതെ, അങ്ങനത്തെ കുറേ ബെനിഫിറ്റുകൾ അതിലുണ്ട്. അപ്പോൾ ബേസിക്കലി എനിക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്, പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ ഇത് എന്താ പറയുക, നമ്മളുടെ ഈ ഡിസ്കഷനിൽ ഉള്ള ഒരാൾ, ഏതെങ്കിലും ഒരാൾ, ഇപ്പം നമ്മളല്ലാത്ത ഒരാൾ ഈ ഡിസ്കഷനിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിലേത് ചൂസ് ചെയ്യണം എന്നത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദം. ദാറ്റ് ഇസ് അപ്പോൾ ഞാൻ എന്ത് ചൂസ് ചെയ്യണം, അത് ഞാൻ എന്തിന് പ്രിപ്പയർ ചെയ്യുന്നു, ഏത് സാഹചര്യത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു, എൻ്റെ ഏത് പ്രായത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ എൻവയോൺമെൻറ്റിൻ്റെ ഇതെന്താണ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെയാണ് സെൽഫായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് സെൽഫായിട്ട് തന്നെ പൊതുവെ എല്ലാത്തിലും അങ്ങനെ തന്നെ. ഇപ്പം നമ്മളെല്ലാവരും മോർണിംഗ് പേഴ്സൺ ആൻഡ് നൈറ്റ് ഓൾസ് എന്നാണ് നമ്മൾ പറയാം. മോർണിംഗ് പേഴ്സൺ ആയ ആളുകളുണ്ടാവും, മോർണിംഗിലാണ് അവർ പഠിക്കുക. എന്നാൽ നൈറ്റ് ഓൾസ് ഉണ്ടാവും. ഈ നൈറ്റ് ഓൾസിനൊന്നും നഷ്ടപ്പെടുന്നില്ല. രാത്രി ഇരുന്നുകൊണ്ട് ഒരുപാട് സമയം അവരെന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്താ പറയുക, അത് ഓരോ ആളുകൾക്കനുസരിച്ചാണെന്നുള്ളതാണ്. എന്താ ഷാമിലിന് ലാസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻകൺക്ലൂഷനിൽ വരികയാണെങ്കിൽ, സെൽഫ് സ്റ്റഡി മച്ച് മോർ ബെറ്റർ ദാൻ കമ്പൈൻ സ്റ്റഡി, ബട്ട് കമ്പൈൻ സ്റ്റഡി മച്ച് മോർ ബെറ്റർ ദാൻ സെൽഫ് സ്റ്റഡി. കാരണം നമ്മൾ സെൽഫ് സ്റ്റഡി ആകുമ്പോൾ വേറൊരാളുടെ കൂടെ കൂടുമ്പോൾ അവരെ കിട്ടുന്ന ഒരു നോളജും കൂടി നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ സെൽഫ് സ്റ്റഡി ആയിട്ട് വേറൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു റിവൈസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടിനും നമുക്ക് ഒന്ന് മാത്രം ഫോക്കസ് ചെയ്ത് നെഗേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെതായ ലാസ്റ്റ് ഷാമിൽ കൺക്ലൂഡ് ചെയ്ത ഒരു ഫിലോസഫിക്കൽ കൺക്ലൂഷനാണ്. രണ്ടിനും അതിൻ്റെതായ സാഹചര്യങ്ങളുണ്ട്. പിന്നെ ഇറ്റ്സ് അപ് ടു യു. യെസ്, ഇറ്റ്സ് അപ് ടു us.